നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ബാബു വന്നു, ഇനി മാണി. ബാർക്കോഴയിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച കെ ബാബുവിന്റെ രാജി മുഖ്യമന്ത്രി സ്വീകരിക്കില്ല. എക്സൈസ് ഫിഷറീസ് മന്ത്രിയായി ബാബു തുടരും. തീരുമാനം ഇന്നു ചേർന്ന UDF നേതൃയോഗത്തിൽ. ഹൈക്കോടതി പരാമർശങ്ങളെ തുടർന്ന് രാജിവെച്ച മാണിയും മന്ത്രിസഭയിലേക്ക് മടങ്ങിവരണമെന്ന് UDF. ബാർ കേസിലും സോളാറിലും തൃശൂർ വിജിലൻസ് കോടതിയുടെ അപ്രതീക്ഷിത നടപടികൾ തീർത്ത രാഷ്ട്രീയ പ്രതിസന്ധി അയഞ്ഞത് ഇന്നലെ ഉച്ചയോടെ. ബാബുവിനെതിരായ ഉത്തരവ് സ്റ്റേ ചെയ്തതിനു പിന്നാലെ മുഖ്യമന്ത്രിക്കും ആര്യാടനും എതിരെയുള്ള കോടതി വിധിയും മരവിപ്പിച്ചതോടെ സർക്കാരിന് ലഭിച്ചത് ജീവശ്വാസം. രാജി സ്വീകരിക്കേണ്ടെന്ന പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് ബാബു. വ്യക്തിപരമായി മന്ത്രിസ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. UDF തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദിയെന്നും മന്ത്രിസഭയിൽ തിരിച്ചെത്തിയ കെ ബാബു. സോളാർ കേസിൽ സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് PP തങ്കച്ചൻ. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും UDF കൺവീനർ. കതിരൂരിൽ കുടുങ്ങി. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജന് വീണ്ടും തിരിച്ചടി. കേസിൽ പ്രതി ചേർത്തതിനെ തുടർന്ന് നൽകിയ ജാമ്യ ഹർജിയും തലശ്ശേരി സെഷൻസ് കോടതി തള്ളി. ജയരാജന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത് ഇത് 3-ാം തവണ. കേസിൽ ജയരാജനെ 25-ാം പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ 21-ന്. UAPA വകുപ്പ് ചുമത്തിയത് ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടിയെന്ന് ആരോപണം. അറസ്റ്റ് ഒഴിവാക്കാൻ സെഷൻസ് കോടതി വിധിക്കെതിരെ CPM ഹൈക്കോടതിയെ സമീപിക്കും. അതിക്രമങ്ങൾക്ക് മാപ്പില്ല. TP ശ്രീനിവാസനെ മർദ്ദിച്ച SFI പ്രവർത്തകനെതിരെ നടപടി. തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് JS ശരത്തിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കി. അച്ചടക്ക നടപടി SFI സംസ്ഥാന കമ്മിറ്റിയുടേത്. സംഭവം സംഘടനയെക്കുറിച്ച് തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കിയെന്ന് വിലയിരുത്തൽ. കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമവേദി ഉപരോധിക്കാനെത്തിയ SFI പ്രവർത്തകർ ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്തത് ഇന്നലെ. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. TP ശ്രീനിവാസനെ SFI പ്രവർത്തകർ ആക്രമിച്ച സംഭവം അപലപനീയമെന്ന് പിണറായി. നടപടി അതിരുകടന്നതെന്നും ശ്രീനിവാസനെ വ്യക്തിപരമായി കയ്യേറ്റം ചെയ്തതിനോട് യോജിപ്പില്ലെന്നും വൈകി വന്ന ഖേദപ്രകടനം. TNGക്ക് പ്രണാമം. വാക്കിന്റെ മുഴക്കത്തിന് വേദനയോടെ യാത്രാമൊഴി. ഓർമ്മകളിലേക്ക് വിടവാങ്ങിയ ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് TN ഗോപകുമാറിന് തലസ്ഥാനത്തിന്റെ പ്രണാമം. മാധ്യമ ലോകത്തും പരിചയക്കാർക്കും TNG ആയിരുന്ന ഗോപകുമാർ ബാക്കിയാക്കുന്നത് മൂർച്ചയുള്ള ആ ശബ്ദവും ആഴമുള്ള വാക്കിന്റെ നേർമുഖവും. പത്രലോകത്തും ദൃശ്യമാധ്യമ രംഗത്തും സാഹിത്യത്തിലും സിനിമയിലുമെല്ലാം ആത്മാർത്ഥതയുടെ തിളക്കം ചേർത്ത TN ഗോപകുമാറിന്റെ വിയോഗം പുലർച്ചെ തിരുവനന്തപുരത്ത്. 58-ാം വയസ്സിൽ വിരാമമായത് 3 പതിറ്റാണ്ടത്തെ സാർത്ഥക യാത്രയ്ക്ക്. പേട്ട നാലുമുക്കിലെ ഫ്ളാറ്റിലും ഏഷ്യാനെറ്റ് ആസ്ഥാനത്തും പ്രസ് ക്ലബിലും പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ശാന്തി കവാടത്തിൽ TNGയുടെ അന്ത്യയാത്ര പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2510 രൂപ, പവൻ 20,080 രൂപ. വെള്ളി ഗ്രാമിന് 37.37 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.